ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഉലുവ കഞ്ഞാട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ശർക്കര നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അലിയിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഉലുവ പുതർത്തി വെക്കുക. അതുപോലെ ഏത് റൈസ് ആയാലും സാരില്ല. ഇവിടെ ബിരിയാണി റൈസ് ആട്ടോ എടുത്തത്. അപ്പോൾ അതും കൂടെ ഉലുവയും റൈസും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങന്റെ ചിരകിയത് ഇട്ട് കൊടുത്ത് അതിലോട്ട് നേരത്തെ തയ്യാറാക്കിയ ശർക്കര ഒന്ന് അരിച്ചെടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോ അത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ ശർക്കരയും തേങ്ങയും ഈ ഒരു റൈസും ഒക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഉലുവെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പ വഴിയാട്ടോ. പക്ഷെ ചിലര് ഇതിലോട്ട് പരിപ്പ് പരിപ്പുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പരിപ്പൊന്നും ചേർക്കാതെ കേട്ടോ. ഈ ഒരു 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. തേങ്ങ, അതുപോലെ ഉലുവ, റൈസ്, പിന്നെ വേണ്ടത് ശർക്കര. അപ്പൊ ഇത് ശരീരവേദനക്കും അതുപോലെ ഇപ്പം പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ നല്ലതാട്ടോ ഈ ഉലുവ കഞ്ഞി. അപ്പൊ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നതാട്ടോ ഇത്. അപ്പൊ നല്ല ശരീരത്തിനെല്ലാം നല്ലതാട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലതാട്ടോ ഇത്. അപ്പൊ എളുപ്പത്തിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. നല്ല ടേസ്റ്റും കൂടെ ഇത്. ശർക്കരന്റെ ഉലുവന്റെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഉലുവന്റെ എല്ലാം ടേസ്റ്റ് വെച്ചാല് നല്ല ഒരു എന്താ പറയാ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ ഉലുവക്ക് കയ്പ്പ് രസമോ അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ആണ്. ഒരു എന്താ പറയാ ശർക്കരയും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടോ. അപ്പൊ ഇതില് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒന്ന് താളിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചു കൊടുക്കുക. നല്ല അടിപൊളിയാണ്. ഇതില് അതൊന്നും ഒട്ടിക്കില്ല. ഇത് എന്താ പറയാ താളിക്കാതെ റെഡിയാക്കിയതാട്ടോ ഇത്. അപ്പൊ അങ്ങനെ വേണ്ടുന്നവര് അതുപോലെ ചെയ്താലും മതി. നല്ല അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഇത്. കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് കുടിക്കും. നല്ല ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓ മുന്നിൽ ഇങ്ങോട്ട് വർഷം ഉലുവ ചൂടുണ്ട വേറെ പേജിൽ ബൈ ബൈ.